മണ്ണാർക്കാട് അനുമോദന ചടങ്ങിൽ മുൻ മന്ത്രി കെ.ടി. ജലീൽ വിദ്യാർത്ഥികളെ അപമാനിച്ചെന്ന് പരാതി. മണ്ണാർക്കാട് നഗരസഭയിലെ മെറിറ്റ് ഈവനിംഗ് ചടങ്ങിനിടെയായിരുന്നു സംഭവം. അക്ഷരത്തെറ്റുകളുടെ പേരിൽ കുട്ടികളെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി പരസ്യമായി ശാസിക്കുകയും ചെവിയിൽ നുള്ളിയെന്നുമാണ് ആരോപണം. അതേസമയം താൻ കുട്ടികളെ അപമാനിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന വിശദീകരണവുമായി കെ.ടി. ജലീൽ രംഗത്തെത്തി. തങ്ങളെ കെ.ടി. ജലീൽ അപമാനിച്ചിട്ടില്ലെന്നും ഒരു അധ്യാപകൻ ശാസിക്കുന്നത് പോലെയാണ് തോന്നിയതെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. എന്നാൽ മുൻ മന്ത്രിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കെ.ടി. ജലീൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കുട്ടികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കാതെയായിരുന്നോ കെ.ടി. ജലീലിന്റെ പ്രവൃത്തി? കാണാം RD Extra. മണ്ണാർക്കാട് നഗരസഭയിലെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്യവെയാണ് വിവാദ സംഭവമുണ്ടായത്. സദസ്സിലുണ്ടായിരുന്ന ചില കുട്ടികളെ വേദിയിലേക്ക് വിളിപ്പിച്ച് ഹിന്ദിയിൽ മാതാവിന്റെയും പിതാവിന്റെയും പേരും അഡ്രസ്സും എഴുതാൻ ആവശ്യപ്പെടുകയും അക്ഷരത്തെറ്റുകൾ വന്നപ്പോൾ കെ.ടി. ജലീൽ ചെവിയിൽ നുള്ളി ശാസിക്കുകയുമായിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പൊതുവേദിയിൽ കുട്ടികളെ അപമാനിച്ചതിനെതിരെ ജലീലിനെതിരെ അതിരൂക്ഷ വിമർശനമുണ്ടായത്. കെ.ടി. ജലീലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് MSF രംഗത്തെത്തി. ജലീലിന്റെ പ്രവർത്തനം ഒരിക്കലും ന്യായീകരിക്കാനാകില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണയും പറഞ്ഞു. പിന്നാലെയാണ് കെ.ടി. ജലീലിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. കുട്ടികൾക്ക് മാനസികമായി പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയതിനാലാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. അതേസമയം കുട്ടികളെ തമാശ രൂപേണ തിരുത്തുകയാണ് ഉണ്ടായതെന്നും വേദനിപ്പിച്ചിട്ടില്ലെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. കുട്ടിയുടെ ചെവിക്ക് പിടിച്ചത് ചിരിച്ചുകൊണ്ടാണെന്നും കുട്ടികളെ കാണുമ്പോൾ തന്നിലെ അധ്യാപകനാണ് ഉയർന്നു നിൽക്കാറുള്ളതെന്നും കെ.ടി. ജലീൽ വ്യക്തമാക്കി. കെ.ടി. ജലീൽ തങ്ങളെ അപമാനിച്ചതല്ലെന്നും അധ്യാപകർ ശാസിക്കുന്നത് പോലെയാണ് തോന്നിയതെന്നും വിദ്യാർത്ഥികളും പറഞ്ഞു. RD Extra ന്യൂസ് മലയാളം. ഹിന്ദിയിൽ മാതാവിന്റെയും പിതാവിന്റെയും പേരും അഡ്രസ്സും എഴുതാനായിരുന്നു വിദ്യാർത്ഥികളോട് ജലീൽ ആവശ്യപ്പെട്ടത്. അക്ഷരത്തെറ്റ് വന്നപ്പോൾ കുട്ടികളെ വേദിയിൽ വെച്ച് തന്നെ ശാസിക്കുകയും ചെവിയിൽ നുള്ളുകയുമായിരുന്നു. ആദ്യം ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. മതി, ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താടോ എനിക്ക് എഴുതാൻ പറ്റുമോ? എഴുതാൻ അറിയില്ല. എവിടോ അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ലട, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒന്ന് സ്റ്റാൻഡ് അപ്പ്. ജലീലിന്റെ പ്രവർത്തനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും കുഞ്ഞുങ്ങളെ മാനസികമായി ടോർച്ചർ ചെയ്യുന്ന പ്രവൃത്തി പാടില്ലെന്നും ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കുട്ടികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ജലീൽ ചിന്തിച്ചില്ലെന്നും സാമൂഹിക വിഷയം അവതരിപ്പിക്കാൻ സ്വീകരിച്ച മാർഗം ശരിയല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനും പറഞ്ഞു. കുഞ്ഞുങ്ങളെ മാനസികമായി ടോർച്ചർ ചെയ്യുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ആംഗ്യമോ പോലും ഉണ്ടാകാൻ പാടില്ല. ഇതൊരു പൊതുവേദിയിൽ വെച്ച് അവൻ്റെ ചെവിയിൽ നുള്ളുന്നു, അപമാനിക്കുന്നു. എങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായും അതിന് നടപടി എടുക്കേണ്ട ഒരു കാര്യമാണ്. വകുപ്പിനോട് ഡയറക്ടറോട് അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ കുട്ടികളെ ഒരു ഉപകരണമാക്കി ആ കുട്ടികൾ പരിഹസിക്കപ്പെട്ടു എന്നത് ഏറെ വേദനാജനകമാണ്. അങ്ങനെ വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ അത് ആ കുട്ടികളോട് സ്വകാര്യമായിട്ടാണ് സൂചിപ്പിക്കേണ്ടത്. അതിങ്ങനെ പ്രദർശനാത്മകമായിട്ട് പുറത്തേക്ക് പോകേണ്ടിയിരുന്നില്ല. ജലീലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ജാഗ്രത വേണമായിരുന്നു. ആ കുട്ടികൾ പ്രദർശിപ്പിക്കപ്പെട്ടു, അവരെ അപമാനിക്കപ്പെട്ടു, അത് ശരിയായില്ല. കെ.ടി. ജലീൽ അപമാനിച്ചിട്ടില്ലെന്നും ഒരു അധ്യാപകനെ പോലെയാണ് പെരുമാറിയതെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ചെറിയ അക്ഷരത്തെറ്റൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിലെ അധ്യാപകൻ ചെയ്യുന്നപോലെ ചെവിയിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചതുള്ളൂ. വളരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഹിന്ദിയിൽ കുറച്ച് എഴുതാൻ പറഞ്ഞു, എഴുതാൻ അറിയുമോ ചോദിച്ചപ്പോൾ എന്നിട്ട് അവിടെ നിർത്തി എഴുതിച്ചു. അപ്പം അതിൽ ചെറിയ തെറ്റ് വന്നു. അപ്പം അങ്ങനെ സ്കൂളത്തെ സാർമാർ പറഞ്ഞു തരും പോലെ അത് ശരിയാക്കി തന്നു. അത്രയുള്ളൂ, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപമാനമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. സ്കൂളത്തെ സാർമാർ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. സനീഷ് ഈ പറഞ്ഞ അക്ഷരത്തെറ്റുകളുടെ കാര്യത്തിൽ ഒരു കണിശതയുള്ള ആളാണ് സനീഷ്. വിട്ടുവീഴ്ച ഇല്ലാതെ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് കേൾക്കാം നിരന്തരം. അപ്പം അതുകൊണ്ട് ഇപ്പം കെ.ടി. ജലീലിൻ്റെ പ്രവൃത്തിയെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ അദ്ദേഹത്തെ ഇനി അനുകൂലിക്കാൻ പോകുന്നതിന്. പക്ഷെ അതുമാത്രമല്ല, ഈ മന്ത്രിമാർക്കൊന്നും വേറൊരു പടിയില്ല എന്നാണ് സത്യത്തിൽ എനിക്ക് അവരുടെ പ്രതികരണം കണ്ടപ്പോൾ തോന്നിയത്. ബാലാവകാശ കമ്മീഷൻ ഉടനടി കേസെടുത്തു. എന്താണ് പക്ഷേ ഇത്? അതായത് ഞാനിത് ആദ്യം ഈ വാർത്ത കണ്ടപ്പോൾ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എല്ലായിടത്തും വന്ന മാധ്യമങ്ങളിലെല്ലാം. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചോ ജലീൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കുട്ടികൾക്കൊരു അവകാശം ഉണ്ടല്ലോ, കുട്ടികളുടെ ഒരു അവകാശം കൂടി ഉണ്ടല്ലോ, ബാലാവകാശം. അത് കുട്ടികളെ പ്രത്യേകിച്ച് ഇതുപോലെ വളരെ സെൻസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ലോകത്ത്
കുട്ടികൾക്ക് തന്നെ ഒരുപാട് മാനസിക കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സ്ട്രെസ്സൊക്കെ ഉള്ളൊരു കാലത്ത് ഇങ്ങനെ ജലീലിനെ പോലൊരു നേതാവ് അങ്ങനെ ചെയ്യുന്നത് ശരിയായിരുന്നില്ലല്ലോ, അത്രയെങ്കിലും അതിനെക്കുറിച്ച് അങ്ങനെ പറയണം എന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ കണ്ടു നോക്കുമ്പോൾ ഒരു സംഗതിയില്ല. ആ അന്തരീക്ഷം, ആ വീഡിയോ കണ്ടാൽ വളരെ ജോവിയലായിട്ട്, വളരെ ജോളിയായിട്ടൊരു മൂഡാണ് അവിടെ. ഈ അപമാനിച്ചു എന്നൊക്കെ എല്ലാവരും പറയുന്ന ഈ മന്ത്രിമാരൊക്കെ വന്ന് പറഞ്ഞ കുട്ടികൾ ചിരിച്ചുകൊണ്ടാണ്. ഒരു നേരിയ അംശം ചമ്മൽ പോലും ഈ കുട്ടികളുടെ മുഖത്തില്ല. കാരണം അവിടെ ഒരു സന്തോഷകരമായ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് അനുമോദിക്കപ്പെടുന്ന കുട്ടികളാണ് മുഴുവൻ പേര് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ പഠനശാഖയിൽ എന്തോ മെച്ചമുണ്ടാക്കിയതുകൊണ്ട്, കൊള്ളാവുന്ന പഠനം നടത്തിയതുകൊണ്ട് അനുമോദിക്കപ്പെടുന്ന കുട്ടികളാണ് അവിടെ മുഴുവനുള്ളത്. ആ അനുമോദിക്കപ്പെടുന്ന കുട്ടികളോട് എന്തോ തമാശയായിട്ട് കാര്യങ്ങൾ ചോദിച്ച് എഴുതിയപ്പോൾ, ഇങ്ങനെ രവികുമാർ എന്ന് എഴുതിയപ്പോൾ ഒരു ക്ലാസ് എന്ന മട്ടിൽ ഇദ്ദേഹം കൈകാര്യം ചെയ്യുകയാണ്. ക്യാമറ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതായത് അതിനെ എന്തെങ്കിലും തരത്തിൽ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇതിൽ കുഴപ്പം കാണിച്ചതെന്ന് വെച്ചാൽ, ഈ KT ജലീൽ എന്ന് കേട്ടാൽ ചുവപ്പ് കണ്ട കാള പോലെയാകുന്ന ചില മാധ്യമങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഒരു മാധ്യമം അത് ചാടി കയറി അപമാനിച്ചു, കുട്ടികളെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ചറപറ വാർത്ത അങ്ങ് കൊടുത്തു. അത് നോക്കുമ്പോൾ പിന്നെ മുമ്പേ ഗമിക്കുന്ന ഗോവിന്ദൻ്റെ പിമ്പെ എന്നുള്ള മട്ടിൽ മറ്റെല്ലാവരും കൂടെ ഈ വാർത്തയും കൊടുത്തു. പിന്നെ ഒരു നേതാവ് ആണല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ അപമാനിച്ചു. പിന്നെ ഇതിനെപ്പറ്റി രണ്ടാമതൊരു ചിന്തയില്ല, ഒരു ഡെസ്കുകൾക്ക് ഒരു ചിന്തയില്ല, രണ്ടാമതൊരു ചിന്തയില്ല, ഇത് അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് ചർച്ച മുഴുവൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ നേരെ കിട്ടിപ്പോയൊരു കാര്യം എന്നുള്ള മട്ടിൽ നേരെ വന്ന് വളരെ ഗൗരവത്തോടെ ബിന്ദു കൃഷ്ണ പറയുകയാണ്, അയ്യോ ഇങ്ങനെ പാടില്ലായിരുന്നു. ഷംസുദ്ദീൻ പറയുകയാണ്, അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ. എന്താ അവിടെ നടന്നിരിക്കുന്നത്? ആ വീഡിയോ നോക്കിയേ. അദ്ദേഹം ഈ കാര്യം പറഞ്ഞു, ഈ അക്ഷരത്തെറ്റ് കണ്ടപ്പോൾ തിരുത്താൻ പറഞ്ഞു, ഈ കുട്ടികളോട് തിരുത്താൻ പറഞ്ഞു, വന്ന് ഇവിടെ ഇരുന്ന് എഴുത് നോക്കട്ടെ, ഇങ്ങനെ കുലാർന്നാണോ എഴുതേണ്ടത് എന്ന് പറഞ്ഞാൽ ചെവി പിടിക്കുന്ന പോലെ. ഇത് നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ച് വന്നതാണല്ലോ. ഇത് എവിടെ ചെന്ന് നോക്കിയാലും വളരെ സാധാരണമായൊരു കാര്യം. ആ വേദിയിലിരിക്കുന്ന ആളുകളെല്ലാം ചിരിക്കുക, സദസ്സിൽ നിന്നുള്ള ചിരി കേൾക്കാം. ഇദ്ദേഹം ഒരു മുൻ മന്ത്രിയാണല്ലോ എന്ന മട്ടൊന്നുമില്ലാതെ ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തോട് ക്രോസായിട്ട് ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ അവിടെ കാണാം. ഒരു വളരെ രസകരമായൊരു അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് പാടില്ല എന്നാണ് ഈ പറയുന്ന മഹാന്മാരായിട്ടുള്ള മന്ത്രിമാരും ബാലാവകാശ കമ്മീഷനും ഈ സകല സംഗതികളുള്ള മാധ്യമങ്ങളും പറയുന്നത്. എന്തൊരു ഇതാണ്. അതായത് അക്ഷരത്തെറ്റുകൊണ്ടാ തിരുത്തണ്ടേ? 10-15 വർഷം മാത്രമേ ഈ ലോകത്ത് ജീവിച്ച് പരിചയമുള്ള, അത്രയും കാലം മാത്രം ഭാഷ ഉരുട്ടി എഴുതിയിട്ട് ശീലമുള്ള ആളുകളെ എങ്ങനെയാണ് മനുഷ്യരെ തിരുത്തുക? ആളുകളിങ്ങനെ തിരുത്തും, അത് ഒരാളെ രണ്ടാളെ തിരുത്താൻ പറ്റില്ല. തമാശ പറഞ്ഞൊക്കെ ഈ കാര്യങ്ങൾ തിരുത്തും, ഇതാ നിങ്ങൾ എഴുതിയിരിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നു. ഇത് അങ്ങനെ തിരുത്തിയാണ് ഭാഷ പിന്നെ ആളുകളെ, ഈ പിന്നാലെ വരുന്ന കുട്ടികളെ ഈ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. തിരുത്തി അത് അധ്യാപകർ ചെയ്യേണ്ടുന്നൊരു കാര്യമല്ലേ? അദ്ദേഹം നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വളരെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വാക്കിൻ്റെ അർത്ഥം? അപമാനിക്കുക എന്ന് വെച്ചാൽ ഇൻസൾട്ട് ചെയ്ത് ഇല്ലാണ്ടാക്കണ്ടേ? ആ കുട്ടിയൊക്കെ എന്താണെന്ന് തോന്നണ്ടേ? അവരെ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് അപമാനമൊന്നുമായിട്ട് തോന്നിയിട്ടില്ല, ആരെങ്കിലും നിർബന്ധിച്ചൊന്നുമല്ലോ എന്ന് പറയുന്ന കുട്ടികൾ. ഇത് രാഷ്ട്രീയം എന്ന് വെച്ചിട്ട് എന്തെങ്കിലും കയറിയിട്ടങ്ങ് പറഞ്ഞേക്കുക. ഈ ഒരു കാള പറ്റൂന്ന് കേട്ടാൽ കയറെടുത്തു എന്ന് പറഞ്ഞാൽ അപമാനിച്ചു എന്ന് പറയുക. ഒരു തരത്തിലുള്ള അപമാനം അതിനകത്ത് ഉണ്ടായില്ല. ഞാൻ ആദ്യം ഇത്രമാത്രം വാർത്തയൊക്കെ വന്നതല്ലേ, 2 മന്ത്രിമാരൊക്കെ വന്ന് വർത്തമാനം പറഞ്ഞല്ലേ, ബാലാവകാശ കമ്മീഷൻ കേസൊക്കെ എടുത്തതല്ലേ, ഒന്ന് ചെറുതായിട്ട് ജലീൽ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് മൃദുവായിട്ട് പറഞ്ഞിട്ടെങ്കിലും എൻ്റെ പോയിന്റ് വെക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കണ്ടും ഇത് മുഴുവനായിട്ട് നോക്കിയാൽ അങ്ങനെ ഒരു അംശം നമുക്ക് ജലീലിനെ കുറ്റം പറയാനില്ല. അവിടെ ഒരു സാധാരണ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നടന്നു. അതിനകത്ത് അദ്ദേഹം ഒരു അധ്യാപകർ എന്ന നിലക്ക് പെരുമാറി എന്നാണ്. ഞാൻ ഇന്ന് വരുമ്പോഴും ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ കുട്ടികളോ മറ്റോ ഇട്ട വീഡിയോ ഉണ്ട്. ടീച്ചർമാർ കോളേജിലോ ക്ലാസ്സിലോ +2 ക്ലാസ് ആണെന്ന് തോന്നുന്നു, യൂണിഫോം ഇട്ട കുട്ടികളെ, 2 ആൺകുട്ടികളെ ഒരു ടീച്ചർ വടി വെച്ച് ഇങ്ങനെ അടിക്കുകയെന്ന് വെച്ചാൽ വയലൻ്റ് ആയിട്ടുള്ള തമാശയ്ക്ക് ഇങ്ങനെ അടിക്കുക. ഈ നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ രസകരമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മളെല്ലാം നെഗറ്റീവായിട്ടും ഡാർക്കായിട്ടും മാത്രമല്ല നടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ തല്ലുന്നു എന്ന് വെച്ചാൽ ആക്ഷൻ കാണിക്കുകയാണ്. അപ്പോൾ അവർ വിദ്യാർത്ഥികളും അധ്യാപികമാരും ഒക്കെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് അതിനകത്ത് കാണാം. വളരെ താഴെയൊക്കെ ഒരുപാട് ആളുകൾ എൻ്റെ ടീച്ചർ ഇങ്ങനെയായിരുന്നു, ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ ഇത് എഴുതുകയാണ്. ഇതിപ്പോൾ ഇവിടെ അധ്യാപക ദിനമൊക്കെ വന്നു കഴിഞ്ഞാൽ അധ്യാപകന്മാരെ പരിഹസിക്കാൻ പറ്റും. പക്ഷേ അതല്ലാതെയുള്ള മനുഷ്യരും തമ്മിലുള്ള നല്ല സന്തോഷകരമായുള്ള കമ്മ്യൂണിക്കേഷനും കൂടെ ഈ സ്ഥലങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിലൊരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അക്ഷരത്തെറ്റൊക്കെ തിരുത്ത് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ ഒരാൾ രാജ്കുലാർ എഴുതുമ്പോൾ രാജ്കുമാർ എഴുതേണ്ടത് കുലാർ എഴുതി കഴിഞ്ഞാൽ ഇത് ശരിയല്ല മോനെ എന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു തെറ്റുമില്ല. അതൊന്നും ആരെങ്കിലും എന്തും വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് ആളുകളിങ്ങനെ തിരുത്തിയല്ലേ ഈ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വരുന്നത്. അല്ലാതെ ഇതിപ്പോൾ ഇപ്പോൾ ഫുട്ബോൾ നടക്കുകയാണല്ലോ, ഇപ്പോൾ നമ്മുടെ ടെലിവിഷൻ ചാനലിലെ ഫുട്ബോൾ റിപ്പോർട്ടിംഗ് കാണുമ്പോൾ ഹർഷൻ നോക്കോ, എല്ലാ ചാനലിലും ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേര് ഖത്തർ എന്നാണ് പറയുക. കേട്ടിട്ടുണ്ടോ? പക്ഷെ കേട്ടിട്ടില്ലേ? എല്ലാ ചാനലിലും ഖത്തർ എന്ന് എവിടെയും കേട്ടിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് മനുഷ്യർ വസിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഖത്തർ. പക്ഷെ അതിൻ്റെ പേര് ഈ ആളുകൾ മുഴുവനെന്നല്ല കുറേ ആളുകൾ തെറ്റിച്ച് പറയും. അവരോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, കുട്ടികളെ നിങ്ങളിത്, കുട്ടികളല്ല എന്ന് ഓർക്കണം കേട്ടോ, ജോലി ചെയ്യുന്ന ആളുകളാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് മലയാളികളടക്കമുള്ള ആളുകൾ പോയിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ മലയാളികളടക്കം വളരെ ഫെമിലിയർ ആയിട്ടുള്ള എത്രയോ വർഷങ്ങളായിട്ട്, എൻ്റെ ചേട്ടൻ കുറേ കാലം ഖത്തറിലായിരുന്നു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഡേ ടു ഡേ സംഭാഷണങ്ങളിനകത്ത് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് ഖത്തർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും.
ഖത്തർ പോലുള്ള ഖത്തർ, കാ ഖ ഗാ ഖ ങ, ഇതിനകത്ത് രണ്ടാമത്തെ നഖം എന്നെഴുതുന്ന ഖ ആണ് ഖത്തറിന് പറയേണ്ടത് എന്ന കാര്യം പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും തിരുത്താൻ പറ്റുമോ? ഇതേതോ നിലക്ക് ഭാഷ എങ്ങനെയായി, ഇപ്പോൾ എഴുതുന്ന പല അക്ഷരങ്ങളും ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പോൾ അതിനകത്തൊരു അധ്യാപകൻ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇത് KC നാരായണ മാഷ് മാതൃഭൂമിയിൽ എഴുതുന്നുണ്ട്, കാരശ്ശേരി മാഷ് പലയിടങ്ങളിലായിട്ട് എഴുതുന്നുണ്ട്. ഇതിന് ഇത്ര സന്ദർഭങ്ങളെ അങ്ങനെയുള്ള സംഭവമായിട്ടാണ് കാണേണ്ടത്. അല്ലാണ്ട് അപമാനിച്ചു എന്താ അപമാനിച്ചു? ഇതൊക്കെ അപമാനിച്ചു എന്ന് പറയുമ്പോഴാണ് അപമാനമാകുന്നത്. ഈ കുട്ടികളുടെ വിഷ്വൽ എടുത്തിട്ട് അവരുടെ മുഖം മറച്ചിട്ടാണ്, എന്നാലും അത് കാണിച്ചിട്ട് ഇതാ ഇവർ അപമാനിച്ചിരിക്കുന്നു. ഹർഷനെ ഞാൻ തമ്മിൽ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 2 വർത്തമാനം പറഞ്ഞു. അത് ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഹർഷനെ അപമാനിച്ചേ എന്ന് പറഞ്ഞാലാണ് ഹർഷന് അപമാനം വരുന്നത്, അല്ലേ? നമ്മൾ തമ്മിൽ സൗഹൃദത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ ഉണ്ടാകുന്ന സംഭവത്തെ എടുത്തിട്ട് അവിടെ അതാണ് നടന്നത്. 2 ആളുകൾ തമ്മിൽ, അല്ലെങ്കിൽ കുറച്ച് ആളുകളുള്ള ഒരു വേദിയിൽ വളരെ സന്തോഷകരമായ സാഹചര്യം. പക്ഷേ മൂന്നാമതൊരാൾ എടുത്തിട്ട് ഇത് മിസ്റെപ്രസെൻ്റ് ചെയ്തിട്ട് അപമാനിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇത് അപമാനിതമാകുന്നത്. ഞാനിപ്പോൾ പിന്നെ 1-2 സന്ദർഭങ്ങളിൽ ഞാൻ ജലീലിനെ അനുകൂലിക്കുകയും മറ്റും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിചാരിച്ചു 2 വാക്ക് പറഞ്ഞേക്കാം. പക്ഷേ ഒരു തരത്തിലും ഈ വാർത്ത മൊത്തത്തിൽ പരിശോധിച്ചാൽ ഈ മാധ്യമങ്ങളുടെ, അതും അദ്ദേഹത്തോട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, KT ജലീൽ എന്ന് കേട്ടാൽ ഉടനടി അവനെ ശരിപ്പെടുത്തി കളയാം എന്ന തോന്നലുള്ള ചില മാധ്യമങ്ങൾ ആദ്യം എടുത്ത് അന്തരീക്ഷത്തിലേക്ക് അടിച്ചു വിട്ടതുകൊണ്ടുണ്ടായ ഒരു കുഴപ്പം മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കുട്ടികൾ വന്നിട്ട് ഞങ്ങൾക്ക് അവമാനമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും കൂടെ ചെയ്തതോടു കൂടിയിട്ട് ആ കാര്യത്തിൽ സമ്പൂർണ്ണമായിട്ട് വ്യക്തത വന്നു. പിന്നെ ഒരു പെൺകുട്ടി കൂടെയുണ്ട്, അവരുടെ മുഖം മറിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ വിഷയം കണ്ടപ്പോൾ ആ കുട്ടിയും ചിരിക്കുകയാണ്, പോയിട്ട് എഴുതു എന്ന് പറയുമ്പോൾ ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ക്ലാസ് മുറി രൂപീകരിക്കപ്പെടുകയും എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് പരസ്പരം കാര്യങ്ങൾ കൈമാറുകയും ചെയ്തൊരു സംഗതിയാണ് അവിടെ ഉണ്ടായത്. അതിനെതിരെ ഇത്ര ബ്രഹ്മാണ്ഡമായിട്ടുള്ള തെറ്റായിട്ട് ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ചില സംഗതികൾ വെച്ചിട്ടാണ്. N. ഷംസുദ്ദീനും ബിന്ദു കൃഷ്ണയൊക്കെ ഈ ഉറയിൽ നിന്ന് ഊരിയെടുത്ത വാള് അതിനകത്തേക്ക് തന്നെ ഇട്ടിട്ട് അടുത്ത പണികളിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾ അപമാനിക്കപ്പെടുന്നുണ്ട്, അധ്യാപകരാൽ നിരന്തരം അപമാനിക്കപ്പെടുന്നുണ്ട്. ഇതൊരു വാസ്തവമാണ്. അധ്യാപകർ മാത്രമല്ല, ഈ രക്ഷാകർതൃ രൂപം പേറുന്ന പലരും നിരന്തരം വിദ്യാർത്ഥികളെ പൊതുവേദിയിലും അല്ലാതെയുമൊക്കെ അപമാനിക്കുന്നത് നമ്മൾ പല ആവർത്തി കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ആശാനായിരുന്നു പഴയ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് VJT ഹാളിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഒരു പയ്യൻ്റെ ഫോൺ റിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാളെ പുലഭ്യം ചീത്ത വിളിക്കുന്നത്. അതായത് ഈ രീതിയിൽ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുന്ന ശീലമുള്ള പൊതുപ്രവർത്തകരും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഉണ്ട്. മതനേതാക്കന്മാരുണ്ട്, പല ആളുകളും. ഈ മതനേതാക്കന്മാർ പരസ്യമായിട്ട് അവഹേളിച്ച് വിശ്വാസികളെ കൈകാര്യം ചെയ്യുന്നത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല, അതേക്കുറിച്ചൊരു ചർച്ചയുമില്ല, ഒരു സംഗതിയുമില്ല. KT ജലീലിനെ ഇപ്പോൾ കയറി പിടിച്ചിരിക്കുകയാണ്. വൻ അപമാനം. ശരിക്ക് വളരെ രസകരമായാണ് KT ജലീൽ ആ സംഭാഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾക്ക് ഒരു തമാശ കാണിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിള്ളേർക്ക് ആ സമയത്ത് അതൊരു തമാശയും ചെറിയൊരു ചമ്മലും ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്ന് വെച്ച് അങ്ങനെ വല്ലാതെ അവരെ അങ്ങ് കടന്നാക്രമിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നാൻ കാരണം 4 വിദ്യാർത്ഥികൾ അതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. അവർക്കൊരു ചാഞ്ചല്യവുമില്ലാതെ ഒരു പെൺകുട്ടി സംസാരിക്കുന്നതാണ് ഞാൻ ആദ്യം കേട്ടത്. അതിനകത്ത് ഇതൊരു സാധാരണ കാര്യമില്ല, ഇത് നിങ്ങളെന്തിനാണ് ഇത്രയും വലിയ കുഴപ്പമാക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു സംശയം. യഥാർത്ഥത്തിലുള്ള ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം യഥാർത്ഥത്തിലുള്ള അപമാനിക്കൽ എന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ഗുരുതരമായ കുഴപ്പങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെയോ അല്ലെങ്കിൽ അതും ഇതുമായി സമീകരിച്ചു പോവുക എന്നുള്ളത് ശരിയായ സംഗതിയല്ല. ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള തോന്നലുണ്ടാക്കുക. ഇപ്പോൾ MSF ഒക്കെ പ്രതികരിച്ച് കണ്ടു. MSF പ്രതികരിക്കേണ്ട എത്ര വിഷയങ്ങളുണ്ടായിട്ടുണ്ട് ഈ സംസ്ഥാനത്ത്. അധ്യാപകർ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചതടക്കമുള്ള എത്ര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല. അല്ല ഇതുപോലെ EMCയുടെ കാര്യത്തിൽ കണ്ടോ MSF? ഇല്ല, അതാ പറഞ്ഞത്. അതിനടക്കം ഒരു പ്രതികരിക്കേണ്ട നിർണായകമായ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാതെ ഒരാവശ്യമില്ല. ഇത് ശരിക്ക് ഒറ്റ ചാനൽ, നമ്മളുടെ സുഹൃത്തുക്കളെല്ലാം ജോലി ചെയ്യുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട സ്ഥാപനം തന്നെയാണ്, സുഹൃത്തുക്കളാണ് എല്ലാവരും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ജലീലെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ ആകെ ആലിളകും. അതിൻ്റെ ബാക്കിയാണ് സംഭവിച്ചത്. കാരണം അപമാനിച്ചു, ഞാനും ആദ്യം ആ വാർത്ത തന്നെയാണ് എടുത്തത്. ജലീൽ അപമാനിച്ചു, വിദ്യാർത്ഥികളെ അപമാനിച്ചു എന്ന് കാണുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി വിചാരിച്ചു ശരിക്കും ജലീൽ അങ്ങനെ പൊതുവേദിയിൽ എന്തോ തോന്നിയാസം പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഇരുന്ന് കണ്ടത്. അതിനുശേഷം ഞാൻ രസകരമായ ഒരു സംഗതി, അതേ ചാനലിൽ റിപ്പോർട്ടർ പോയിട്ട് ഈ വിദ്യാർത്ഥികളോട് ചോദിക്കുകയാണ്, നിങ്ങളെ ജലീൽ അപമാനിച്ചു എന്ന് വാർത്തയൊക്കെ ചില മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ തന്നെ ആ ചോദ്യം അടക്കം അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. അതായത് നിങ്ങളെ ഇങ്ങനെ അപമാനിച്ചതായി ചില മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ, ഇവരാണ് കൊടുത്തത്. അതിൻ്റെ പിന്നാലെയാണ് ബാക്കി എല്ലാവരും കൂടിയത്. നമ്മൾ അപമാനിച്ചു എന്ന പരാതി എന്നാണ് കൊടുത്തത്.
ഇത് അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട്, അതിനകത്തും അവരുടെ മറുപടി എന്താണ്, ഞങ്ങളെ അപമാനിച്ചായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് അവരോടും പറയുന്നുണ്ട്. അപ്പോൾ ബോധപൂർവം ജലീലെന്ന് കാണുമ്പോൾ അത് അവർക്ക് മാത്രമല്ല കേട്ടോ. അപ്പം ജലീലിൻ്റെ കാര്യം സനീഷിന് അറിയാമല്ലോ. ഈ മറ്റേ ഖുർആനകത്ത് സ്വർണം കടത്തി, ഹിന്ദുക്കളുടെ സ്വർണം കടത്തി എന്നൊക്കെയുള്ള പിന്നെ ഈ എന്താണ് വിചിത്രമായ വ്യാജ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ഒരു പത്രം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം, ഒരു മാസം 1-ാം പേജിൽ വാർത്ത എഴുതി. ഒരു മാസം ജലീലിനെ കുരുക്കി 1-ാം പേജിൽ. അപ്പം അങ്ങനെ വൈരനിര്യാതന ബുദ്ധിയോടെ പെരുമാറുന്നത് ശരിയല്ല മാധ്യമങ്ങൾ. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒരു 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് എൻ്റെ ഈ വിദ്യാർത്ഥി ജീവിതം തന്നെ ആകപ്പാടെ തകിടം മറിയുന്ന തരത്തിലുള്ള, എൻ്റെ വിദ്യാഭ്യാസം തന്നെ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതെന്ന് ഞാൻ പിന്നീട് കാലങ്ങൾക്ക് ശേഷം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, ക്ലാസ്സിലേക്ക് ഞാൻ വരുമ്പോൾ ഒരു അധ്യാപകനുണ്ട്, ഒരു കണക്ക് മാഷുണ്ട്. ആദ്യത്തെ ചോദ്യം എന്നോട് ചോദിക്കും. എന്നും അതെ, ഞാൻ ഏത് മൂല മാറിയിരുന്നാലും ആദ്യത്തെ ചോദ്യം എന്നോട് ചോദിക്കും. എനിക്ക് കണക്കിൽ വലിയ പാടാണ്, എനിക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ എഴുന്നേപ്പിച്ച് നിർത്തി പരിഹസിക്കാൻ തുടങ്ങും. കുറേ ആ പരിഹാസവും അതിനുശേഷം ഈ കയ്യിൽ ഇവിടെ നമ്മളെ സൈക്കിൾ ചവിട്ടിക്കുക എന്ന് പറയും, ഈ കൈ പിടിച്ച് പിച്ചു. ഇതെല്ലാ ദിവസവും ആവർത്തിക്കും. ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ാമത്തെ വയസ്സിൽ നമ്മളിത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഒരു ക്ലാസ്സിൽ, ആ ക്ലാസ്സിൽ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും ഇയാൾ രാവിലെ വരും, എന്നോട് ചോദ്യം ചോദിക്കും, എന്നെ അങ്ങ് കൈകാര്യം ചെയ്യും, എന്നെ അവഹേളിക്കും. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു മാസങ്ങളോളം നീണ്ടു നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ തകർന്നു ശരിക്കും. അതിനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ഒന്നിനെ എങ്ങനെയാണ് ഈ ജലീലിൻ്റെ ഇപ്പോഴത്തെ ഈ ശിക്ഷണവുമായി ചേർത്ത് വെച്ച് എനിക്ക് സമീകരിക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല. ഞാൻ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു രാജേഷ്, എൻ്റെ കൂട്ടുകാരൻ, വേറൊരു സുഹൃത്ത് ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തു. നവോദയ സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് വിട്ടു വന്നയാളാണ്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, ഇയാൾ അവനെ നോട്ടം ഇട്ട് തുടങ്ങി. ഞാൻ രക്ഷപ്പെട്ടു ഇതിൽ നിന്ന്. പക്ഷേ അവനെ ഇങ്ങനെ ഇട്ട് തകർക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. നമുക്കത് അന്ന് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള യഥാർത്ഥമായ വസ്തുതകൾ എങ്ങനെ ഇത്തരം യഥാർത്ഥ അനുഭവം ഉള്ള ആളുകളുടെ മുന്നിൽ ഇങ്ങനെ ഈ തോന്നിയാസം വാർത്ത കൊടുത്താൽ അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. മനസ്സിലായില്ലേ? ഇത് ഈ പറഞ്ഞതുപോലെ അപമാനമാണ്, അപമാനിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാനുള്ളൊരു ശ്രമം ശരിയല്ല. അധ്യാപകൻ കുട്ടികളെ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും പുതിയ കാര്യമില്ലെങ്കിലും അധ്യാപന രീതിയിൽ സമൂലമായ മാറ്റങ്ങൾ വന്ന ഈ സമയത്ത് KT ജലീലിന് വേണമെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കാമായിരുന്നു എന്നുള്ള വാദമൊക്കെ ഉയരുന്നുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ പണ്ടുള്ളതിനേക്കാൾ വലിയ സൗഹൃദാന്തരീക്ഷം രൂപപ്പെട്ട ഒരു ജൻസി കാലത്ത് ഒരു പൊതുപരിപാടിയിൽ വെച്ചുള്ള ഈ ശാസനയും ചെവിയിൽ നിന്നുള്ളലും പലർക്കും ശരിയായില്ല എന്ന് വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ചിരിച്ചുകൊണ്ടാണ് ചെയ്തതെന്നും കുട്ടികൾക്ക് വേദനയില്ലെന്നും പരാതിയില്ലെന്നും ഒക്കെ പറയാമെങ്കിലും ചെറുവാക്കുകൊണ്ട് പോലും പൊതുമധ്യത്തിൽ കുട്ടികളെ അപമാനിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഒരു കാരണവശാലും. വ്യക്തിപരമായി കുട്ടികളെ അപമാനിക്കാനോ ശിക്ഷിക്കാനോ വിചാരിച്ചിട്ടില്ല അദ്ദേഹം എന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം. പക്ഷേ ഈ ഉയർന്ന വിമർശനങ്ങളെ എങ്ങനെയാണ് മുൻമന്ത്രിയായിരുന്ന KT ജലീൽ കണക്കിലെടുക്കുക എന്നതുകൂടി നമ്മൾ കാത്തിരിക്കണം. അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനെ അപമാനിക്കാൻ താൻ ആലോചിച്ചിട്ടേ ഇല്ല എന്ന് തന്നെയാണ്. ഒരു അധ്യാപകനെ പോലെയാണ് പെരുമാറിയതെന്നുള്ള വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലോടെ ഈ വിഷയം യഥാർത്ഥത്തിൽ അവസാനിച്ചു എന്ന് തന്നെ വേണം തൽക്കാലം നമ്മൾ കരുതാൻ. അതേക്കിലൊരിടവേള.